സ്കൂൾ വിദ്യാർത്ഥികൾ അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങിയതോടെ പോലീസിന്റെ നിരീക്ഷണം എത്തിച്ചേർന്നത് സ്കൂളിന് സമീപത്തുള്ള കടയിൽ. പിടികൂടിയതാകട്ടെ 8 കിലോ കഞ്ചാവ് ചോക്ലേറ്റുകൾ. ഹൈദരാബാദിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. കോതൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചിലരിൽ അസ്വാഭാവികമായ പെരുമാറ്റം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം ചർച്ചയായത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് സമീപത്തെ കടയിൽ സ്ഥിരമായി എത്തുന്ന കുട്ടികളാണ് മാനസിക പ്രശ്നങ്ങൾ അടക്കം സ്കൂളിൽ പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയത്. തുടർന്നുള്ള പരിശോധനയിലാണ് കഞ്ചാവ് ചോക്ലേറ്റുകൾ വിൽക്കുകയായിരുന്ന ഒഡീഷ സ്വദേശികളായ ധീരേന്ദ്ര ബെഹ്റ, സോമനാഥ് ബെഹ്റ, സുർജാമണി സാഹു എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. ഈ സമയം കടയിൽ 2 പെട്ടികളിലായി 8 കിലോ കഞ്ചാവ് ചോക്ലേറ്റുകളാണ് ഉണ്ടായിരുന്നത്. മുട്ടായിയുടെ വലിപ്പമുള്ള ചോക്ലേറ്റുകൾ അത്യാകർഷകമായി സ്വർണ്ണ കളർ പേപ്പർ ഉപയോഗിച്ചായിരുന്നു പൊതിഞ്ഞിരുന്നത്. ചാർമിനാർ ഗോൾഡ് മുനക്ക എന്നായിരുന്നു കഞ്ചാവ് ചോക്ലേറ്റുകൾക്ക് പേര് നൽകിയിരുന്നത്. ഒഡീഷയിൽ നിന്ന് മയക്കുമരുന്ന് കലർന്ന ഈ ചോക്ലേറ്റുകൾ വാങ്ങി സ്കൂൾ വിദ്യാർത്ഥികൾ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർക്കാണ് വിൽപ്പന നടത്തി വന്നിരുന്നത്. 3 പ്രതികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda.